ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ രാജേ, ഈ സ്വർണത്തിൻ്റെയും വെള്ളിയുടെയും വിലയൊക്കെ ഇങ്ങനെ മേളിലേക്ക് പോയിക്കൊണ്ടേയിരിക്കുകയാണ്. ഉം. ഇതിനൊരു അവസാനമല്ലേ? ഈ സാധാരണക്കാർക്കൊക്കെ ഇനിയിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? അതിനെ പറ്റി ഇനിയിപ്പോൾ ഡ്രീം പോലും ചെയ്യാൻ പറ്റാണ്ടെയോ? പണ്ടത്തെ ആൾക്കാർ പറഞ്ഞ കാര്യം ശരിയാണ്. സ്വർണത്തിൻ്റെ വില ഇങ്ങനെ സ്വർണത്തിൻ്റെയും വെള്ളിയുടെ വില ഇങ്ങനെ കുതിച്ചു കയറിക്കൊണ്ടിരിക്കുന്നത് ഒട്ടും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പണ്ടത്തെ ആൾക്കാർ പറയും ഭൂമിയിലും സ്വർണത്തിലും ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നഷ്ടം വരില്ല. ഭൂമിയുടെ കാര്യം ഇപ്പോൾ പറയാൻ പറ്റത്തില്ല. ഭൂമി ഇപ്പോൾ പലരുടെയിലും പെട്ടിരിപ്പുണ്ട്, വിൽക്കാൻ പറ്റുന്നില്ല. സ്വർണം ഇങ്ങനെ നാൾക്ക് ഇങ്ങനെ കയറി പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ കയറ്റത്തിന് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് കയറുന്നത് നമ്മുടെ മാറി വരുന്ന ലോകക്രമത്തിൻ്റെ ഭാഗമായിട്ടാണ്. മനസ്സിലായില്ലേ? പണ്ടത്തെ ഒരു സാമ്പത്തിക ശക്തി എന്ന് പറയുന്ന അമേരിക്ക, അത് ഇപ്പോഴത്തെ വലിയ സാമ്പത്തിക ശക്തിയാണ്, വേൾഡിലെ നമ്പർ 1 എക്കോണമിയാണ്, ഇല്ലയെന്നല്ല. പക്ഷെ അവരുടെ ഒരു എന്താ പറയുക, ഒരു രീതി മാറിക്കൊണ്ടിരിക്കുക. എന്ന് വെച്ചാൽ അവിടുത്തെ പണ്ടത്തെ സാമ്പത്തിക ശക്തി എന്ന് വെച്ചാൽ അവർ ഇൻഡസ്ട്രിയലൈസ് നേഷനാണ്. ഇൻഡസ്ട്രിയിൽ ഊന്നി ഒരു സമ്പദ് വ്യവസ്ഥ കെട്ടിപ്പിടിക്കിയ ഒരു രാജ്യമായിരുന്നു. എന്ന് വെച്ചാൽ കണ്ടമാനം ഇൻഡസ്ട്രീസ് വെച്ചാൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ കാറുകൾ, ഇലക്ട്രോണിക്സ്, അങ്ങനെ പലത്. ഇപ്പോൾ നിങ്ങളൊരു അമേരിക്കൻ കാർ നിങ്ങൾ പറയും, എവിടെ ഒരു അമേരിക്കൻ കാറുള്ളത്? ഫോർഡ്, ഷെവർലെ, GM, കാഡിലാക്ക്, അങ്ങനെ പല കമ്പനികൾ. ഇതൊക്കെ ലോകത്തെ കുറച്ചൊക്കെ വിറ്റ് പോകുന്നുണ്ടെന്നല്ലാണ്ട് ഇതിൻ്റെയൊക്കെ മാർക്കറ്റ് കണ്ടമാനം ഇടിഞ്ഞു അല്ലേ? ഇപ്പോൾ വരുന്നത് നമ്മുടെ കൊറിയനായാലും ചൈനക്കാരായാലും കാസാണ് വരുന്നത്. അത് ഇലക്ട്രോണിക്സിലും അവർ തന്നെയാണ്, ചൈനയും കൊറിയൻസുമാണ്. US ഗുഡ്സ് പൊതുവേ കുറവാണ്. പിന്നെ അവരെന്താ വെച്ചാൽ സോഫ്റ്റ്വെയറിലും ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലും അവരിപ്പോഴും സ്ട്രോങ് ആണ്. പക്ഷേ ഇതിലെന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, അമേരിക്ക എന്ന് പറയുന്ന ഒരു ലോകത്തിലെ ഒരു വൻ ശക്തി, അതിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ടാണ് ഈ ബാക്കിയുള്ള രാജ്യങ്ങൾ, എസ്പെഷ്യലി യൂറോപ്പ് ആയാലും, മനസ്സിലായി, എസ്പെഷ്യലി യൂറോപ്പുകൾ. അപ്പോൾ ഇവരെന്താ ചെയ്തുകൊണ്ടിരുന്നത്? ഇപ്പോൾ ജപ്പാൻ, യൂറോപ്പ്, അങ്ങനെയുള്ള രാജ്യങ്ങൾ. അപ്പോൾ ഇവരെന്താ പണ്ട് ചെയ്തുകൊണ്ടിരുന്നത് വെച്ച് കഴിഞ്ഞാൽ, അമേരിക്കൻ ബോൺഡ്സ് മേടിക്കുമായിരുന്നു. അല്ലെങ്കിൽ നമ്മുടെ ഇരിക്കുന്ന ധനം, അല്ല നമ്മുടെ ഇരിക്കുന്ന ബാക്കപ്പ്, ഇത് നമ്മൾ ഡോളറിൽ അല്ലെങ്കിൽ നമ്മൾ അമേരിക്കയിൽ സൂക്ഷിക്കുമായിരുന്നു. ഇപ്പോൾ വന്നുവെന്ന് എന്താ പറ്റുന്നത് വെച്ചാൽ, ഡോളറിന് ഒരു വിലയില്ലാന്ന് ഞാൻ പറയില്ല. ഡോളർ അവർക്ക് തോന്നിയ ദിവസം ഒരു പ്രിൻ്റ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ അവർക്ക് ആവശ്യമുള്ളതനുസരിച്ച് അത് പ്രിൻ്റ് ചെയ്യാൻ തുടങ്ങി. പിന്നെ ട്രംപ് വന്നിട്ട് ഈ പലരെയും ഭീഷണിപ്പെടുത്തി കാര്യങ്ങൾ ചെയ്യിക്കാൻ തുടങ്ങി. ഇത് ട്രംപ് ചെയ്യുന്നതുകൊണ്ട് കുറ്റം പറയാൻ പറ്റത്തില്ല ട്രംപിനറിയാം, ഇപ്പോൾ അമേരിക്കയ്ക്ക് നിൽക്കണമെങ്കിൽ അമേരിക്ക ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കാണിച്ച് അവരുടെ ഒരു ലോക പോലീസ് എന്നുള്ളൊരു പദവി തിരിച്ചു കൊണ്ടുവന്നാൽ മാത്രമേ അവർക്ക് ഇനി പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് പറഞ്ഞത്, ലോകം ക്രമം മാറിക്കൊണ്ടേ ഇരിക്കുകയാണ്. അപ്പം ഇപ്പോൾ വരുന്ന യൂറോപ്പിനായാലും ബാക്കിയുള്ള രാജ്യങ്ങൾക്കായാലും അമേരിക്കയോടുള്ള വിശ്വാസം കുറഞ്ഞു വരികയാണ്. അപ്പോൾ പണ്ട് നമ്മുടെ ഈ സെൻട്രൽ ബാങ്ക് എന്ന് പറയില്ല, RBI കണക്കുള്ള ലോകത്തുള്ള പല സെൻട്രൽ ബാങ്ക്സും, പണ്ട് അവർ നിക്ഷേപിച്ചിരുന്ന US ബോൺഡ്സിലും ബോണ്ടുകളിലും അല്ലെങ്കിൽ ഡോളറിലൊക്കെ ആയിട്ട് അവർ പല അവരുടെ ബാക്കിയുള്ള റിസർവ് അവർ വെച്ചിരുന്നത്. മനസ്സിലായില്ലേ? അതിന് പകരം ഇപ്പം സെൻട്രൽ ബാങ്ക്സ് എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, അവർ നോക്കിയപ്പോൾ ഡോളറിനെ വിശ്വസിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ ട്രംപിനെ വിശ്വസിക്കാൻ പറ്റില്ല. എന്തുവേണമെങ്കിൽ സംഭവിക്കാം. അപ്പോൾ ട്രംപ് ക്രിപ്റ്റോടെ പുറകിലാണ്. നാളെ ട്രംപ് പറയുന്നത് ക്രിപ്റ്റോണ് ഏറ്റവും വലുത്, ഡോളറിലാണ് ഇടിഞ്ഞു പോകുക. അല്ലെങ്കിൽ സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്തിൻ്റെ, അത് കണക്ക് തന്നെ യൂറോപ്പിൽ നമ്മുടെ രാജ്യത്തിൻ്റെയൊക്കെ സ്വത്താണ് അവിടെ ഇരിക്കുന്നത്, അവർക്കൊന്നും പോകാനില്ല. അപ്പോൾ സെൻട്രൽ ബാങ്ക്സ് എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇൻസ്റ്റെഡ് ഓഫ് ദിസ് അവർ സ്വർണം മേടിക്കാൻ തുടങ്ങി. അപ്പോൾ അതുപോലെ തന്നെ ഈ പുറം രാജ്യങ്ങളിലുള്ള ആൾക്കാർ അവർക്ക് ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട്, അവർ ഒരിക്കലും സ്വർണ്ണത്തിന് ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട്, എന്ന് വെച്ചാൽ നമ്മുടെ കണക്ക് ജ്വല്ലറി മേടിച്ച് വയ്ക്കുക, അങ്ങനത്തെ ഒരു രീതി അവർക്കില്ല. അപ്പോൾ അങ്ങനെയുള്ള HNI എന്ന് പറയുന്നത് ചില ഹൈ നെറ്റ്വർത്ത് ഇൻഡിവിജ്വൽസ്, ഒരുപാട് കാശുള്ള ആൾക്കാർ, അവരും പുറത്തെ രാജ്യങ്ങളിൽ, ഞാൻ പറയുന്നത് ഇന്ത്യയിലല്ല, അവരും ഒരു സേഫായിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് അവരിത് കാണാൻ തുടങ്ങി, സ്വർണ്ണത്തിനെ കാണാൻ തുടങ്ങി. അപ്പോൾ അവർ സ്വർണം റിലേറ്റഡ് ഇൻസ്ട്രുമെൻറ്റ്സിലോ അല്ലെങ്കിൽ സ്വർണം റിലേറ്റഡ് ആയിട്ടുള്ള സാധനങ്ങൾ അവർ മേടിക്കാൻ തുടങ്ങി. അതാണ് വൺ റീസൺ വൈ ഗോൾഡ് ഈസ് ഗോയിങ് അപ്പ്, മെറ്റൽസ് ആർ ഗോയിങ് അപ്പ്, ഗോൾഡും സിൽവറും. അപ്പോൾ അല്ലാണ്ട് നമ്മുടെ ആൾക്കാർ സ്വർണം മേടിച്ചുകൊണ്ടല്ല സ്വർണത്തിൻ്റെ വില മേളിലേക്ക് പോകുന്നത്. അപ്പോൾ ഒരു ചോദ്യം വരും, ഇപ്പോൾ സ്വർണം മേടിക്കാൻ പറ്റിയ സമയമാണോ എന്നുള്ളത്. സ്വർണം ഓർണമെൻറ്റ്സ് ആയിട്ട് മേടിക്കാൻ പറ്റിയ സമയമല്ല. നിങ്ങൾ ഓർണമെൻറ്റ്സ് ആയിട്ട് ഇപ്പോൾ സ്വർണം മേടിച്ച് വെക്കരുത്. മനസ്സിലായില്ലേ? സ്വർണം മേടിച്ച് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ കണ്ടീഷനിൽ നിങ്ങൾക്കൊരാവശ്യം വന്നാൽ നിങ്ങൾക്കത് വിൽക്കാൻ പറ്റൂല എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ സ്വർണം മേടിക്കാൻ നിങ്ങൾക്ക് ആളെ കിട്ടൂല. നിങ്ങൾക്ക് പണയം വെച്ചിട്ട് വേണമെങ്കിൽ കാശ് മേടിക്കായിരിക്കും. അല്ലാണ്ട് നിങ്ങൾക്കൊരു അത്യാവശ്യം ഒരു കാശ് വന്നു കഴിഞ്ഞാൽ അതിനെ വിറ്റിട്ട് നിങ്ങൾക്ക് കാശ് എടുക്കാൻ പറ്റൂല. അപ്പം അതിന് പകരമായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക്
സ്വർണത്തിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന എന്താ പറയുക മ്യൂച്വൽ ഫണ്ട്സ് ഉണ്ടാവും, ETF ഉണ്ടാവും. അങ്ങനെയുള്ള ഇൻസ്ട്രുമെൻറ്റ്സിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുക. അപ്പോൾ ഇത് കുറച്ചും കൂടെ സേഫ് ആയിരിക്കും. ഗോൾഡിൻ്റെ പ്രൈസ് മുകളിലേക്ക് പോകുന്നതിനനുസരിച്ച് നിങ്ങളുടെ പൈസ മുകളിലേക്ക് വാല്യുവേഷൻ കൂടിക്കൊണ്ടിരിക്കും. അല്ലാണ്ട് നിങ്ങളിപ്പോൾ ഓടിപ്പോയിട്ട് ജ്വല്ലറി കുറേ മേടിച്ച് വെച്ചെന്ന് പറഞ്ഞാൽ ഇന്നത്തെ കാലത്ത് ജ്വല്ലറി മേടിച്ച് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിൽക്കാൻ പറ്റില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ മാറ്റിയെടുക്കാൻ പറ്റുമായിരിക്കും. നിങ്ങൾക്ക് കാശ് തരുന്ന ആൾക്കാർ വളരെ കുറവായിരിക്കും. ചിലപ്പോൾ കാശ് തന്നേക്കാം, ബ്ലാക്ക് മണി തന്നേക്കാം. ഈ ബ്ലാക്ക് മണി വെച്ചിട്ട് നിങ്ങൾക്കൊന്നും ചെയ്യാനും പറ്റില്ല. അത് വേറെ പ്രശ്നം. ബ്ലാക്ക് മണി വെച്ചിട്ട് അവർക്ക് നിങ്ങളുടെ മേടിക്കുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ ബ്ലാക്ക് മണി നിങ്ങളെ തന്നിട്ട് നിങ്ങളെ വിടുമായിരിക്കും. പക്ഷേ ഈ ബ്ലാക്ക് മണി കൊണ്ട് നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ ആ പൈസ വെച്ചിട്ട് നിങ്ങൾ സ്റ്റക്കാവും. അപ്പം ഒരു കാര്യം ഓർത്ത് വയ്ക്കുക, ഇങ്ങനെയുള്ള ഇൻസ്ട്രുമെൻറ്റ്സിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഇപ്പോഴത്തെ ഇത് വെച്ചിട്ട് ഇപ്പോഴത്തെ ഡോളറിൽ പറയുകയാണെങ്കിൽ സ്വർണ്ണത്തിൻ്റെ വില ഇപ്പോൾ 4000 ഓടാണ്, 4000 ഓടാണ് സ്വർണ്ണത്തിൻ്റെ പ്രൈസ്. ഈ വർഷം അവസാനത്തോടുകൂടി അത് 6000 എത്തും എന്നാണ് പറയുന്നത് പ്രഡിക്ഷൻ. അവർ പറയുന്നത് 2030 അത് $6,000 എന്നാണ് പറയുന്നത്. 6,000 അല്ല, $10,000 സോ അത് വലിയൊരു എന്താ പറയുക കുതിച്ച് ചാട്ടമായിരിക്കും അതിൽ. അപ്പം ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന വളരെ നല്ലൊരു ഓപ്ഷനാണ്. ബട്ട് ഡോണ്ട് ഇൻവെസ്റ്റ് ഇൻ ഗോൾഡ് ജ്വല്ലറി. മനസ്സിലായി? ഇപ്പം നിങ്ങൾ സ്വർണ്ണ ബിസ്ക്കറ്റിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്ത് എനിക്ക് എത്രത്തോളം ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അതിൻ്റെ അവൈലബിലിറ്റി എത്രത്തോളം ഉണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ടു സേഫർ സൈഡ് ഇങ്ങനെയുള്ള SIPസിൽ ഇൻവെസ്റ്റ് ചെയ്യുക. അപ്പോൾ ഒന്നിച്ചിത്ര പൈസയുടെ ആവശ്യമില്ല. ഇന്നെങ്കിൽ ഇന്ന് തന്നെ ഒരു ഗോൾഡ് റിലേറ്റഡ് മ്യൂച്വൽ ഫണ്ട്സിൽ ETF-ലോ നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുക. ബിക്കോസ് ഇനി വരുന്ന കാലങ്ങളിൽ അമേരിക്കയുടെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. മനസ്സിലായില്ലേ? അവർക്ക് ഈ ലോകത്ത് നിലനിൽക്കണമെങ്കിൽ അവർക്ക് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കാണിച്ചു കൂട്ടാണ്ട് അവർക്ക് നിലനിൽക്കാൻ പറ്റില്ല. അത് കണക്ക് തന്നെ വേറെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ റുപ്പിയുടെ ഡീവാലുവേഷൻ, നമ്മുടെ കറൻസി താഴേക്ക് പോകുന്നത്. മനസ്സിലായി? അതും നമ്മുടെ ഇവിടെ എന്താ പറയുക സ്വർണ്ണത്തിൻ്റെ വില കണ്ടമാൻ ലോക മാർക്കറ്റിനെക്കാട്ടി കൂടുതൽ കൂട്ടാൻ ഒരു കാരണമായിട്ടുണ്ട്. അപ്പോൾ അത് അമേരിക്കയായിട്ടുള്ള ട്രേഡ് ഡീലിൻ്റെയൊക്കെ പ്രശ്നങ്ങൾ കൊണ്ടാണ് എന്താ പറയുക നമ്മുടെ റുപ്പിയുടെ ഇത് താഴേക്ക് പോകുന്നത്. അപ്പോൾ ഇനി കൂടുതൽ ആൾക്കാർ സ്വർണ്ണങ്ങൾ, ഞാൻ പറഞ്ഞാൽ വലിയ ഇൻവെസ്റ്റേഴ്സ് ഞാൻ പറഞ്ഞില്ല, നമ്മുടെ കണക്കുള്ള ഇൻഡിവിജ്വൽസ് എല്ലാം പറഞ്ഞത് വലിയ ഇൻവെസ്റ്റേഴ്സ് ഇൻസ്ട്രുമെൻറ്റ്സിൽ സ്വർണ്ണത്തിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങുന്നവർ. അപ്പോൾ സ്വർണ്ണത്തിൻ്റെ വില ഇനി മേളിലേക്ക് പൊയ്ക്കൊണ്ടേ ഇരിക്കുകയുള്ളൂ. സോ ബി സ്മാർട്ട്, ഡോണ്ട് ഇൻവെസ്റ്റ് ഇൻ ഓർണമെൻറ്റ്സ്. ഇങ്ങനെയുള്ള ഇൻസ്ട്രുമെൻറ്റ്സിൽ ഇപ്പം യങ്സ്റ്റേഴ്സ് ആയാലും ആരായാലും ഇന്ന് തന്നെ ഒരു മ്യൂച്വൽ ഫണ്ടിൽ സ്റ്റാർട്ട് ചെയ്യുക, SIP സ്റ്റാർട്ട് ചെയ്യുക. കിട്ടുന്ന പൈസ അങ്ങനെയുള്ള മ്യൂച്വൽ ഫണ്ട്സിൽ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക. സോ ദാറ്റ് നിങ്ങൾക്കൊരു ഈ പറയുന്ന കണക്ക് ഒരു 2030 ആകുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഈ ഒരു വേൾഡിലത്തെ ഈ ഒരു കയറ്റത്തിൻ്റെ ബെനിഫിറ്റ് നിങ്ങൾക്കും കിട്ടും. ഓക്കെ, അങ്ങനെ സ്മാർട്ടായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, അല്ലാണ്ട് എന്താ പറയുക ആൾക്കാർ കയ്യെത്തിപ്പിടിക്കാൻ പറ്റാത്ത, ഓക്കെ സ്വർണ്ണം മാലകൾ മേടിക്കാൻ ചിലപ്പോൾ മേടിക്കാൻ പറ്റത്തില്ലായിരിക്കും. പക്ഷേ ദർ ആർ അതർ വേസ് ടു ഡു ഇറ്റ്. അപ്പം ഇങ്ങനെ ഇനിയൊരു വീഡിയോ ആയിട്ട് ഇനിയും കാണാം. അപ്പം അൺടിൽ ദെൻ ടേക്ക് കെയർ, ബൈ.